നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതൊരു ക്ലാസ് അല്ല, മറിച്ച് ഇക്കഴിഞ്ഞ അതായത് ഒന്നാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ 80 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞു അല്ലെ. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒഴികെ 80 ചോദ്യങ്ങൾ നമ്മൾ ഗ്യാരണ്ടി ചെയ്തിരുന്നു. അതിൽ 72 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന്, നമ്മൾ തന്ന PDF നോട്ടിൽ നിന്ന്, നമ്മൾ തന്ന കറണ്ട് അഫയേഴ്സ് കണ്ടന്റിൽ നിന്നാണ് എന്ന വിവരം എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഇത് അറിയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഇത് കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഈ ചോദ്യപേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഒത്തിരി കുട്ടികൾ ഈ പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മയുടെ നമ്പറിലേക്ക് ധാരാളം മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ അയക്കുന്നതിന്റെ ഭാഗമായി ധാരാളം മെസ്സേജുകൾ പാലക്കാട്, കോഴിക്കോട്, ഈ പറയുന്ന കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിലും, പൊതുവെ വടക്കൻ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളാണ് വളരെ സന്തോഷത്തോടു കൂടി അവർ റിപ്ലൈ ഇട്ടത്. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും സന്തോഷത്തോടു കൂടി റിപ്ലൈ ഇട്ടതില്ല എന്നല്ല പറയുന്നത്, വിത്ത് വോയിസ് സഹിതം അവർ കൂടുതലായിട്ട് വോയിസ് ഉൾപ്പെടെ റിപ്ലൈ ഇട്ടു. ആ ഒരു വോയിസ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുവാണ്. ഒന്നുമില്ല, ഇക്കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ പേരൊന്നും നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം അയച്ചൊരു വോയിസ് ആണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്ന് വളരെ ലളിതമായിട്ട് അദ്ദേഹം നമ്മളുടെ ക്ലാസ്സിനെ പറ്റി, നമ്മൾ ഇന്നത്തെ പരീക്ഷയെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വോയിസ് ഒന്ന് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. എന്തായാലും ടീച്ചർ ഒരു 10-40 മാർക്ക് എന്തായാലും സാറിന്റെ ക്ലാസ് തന്നെ കിട്ടും. സാർ ഇന്നത് കറക്റ്റ് പഠിക്കാൻ പറഞ്ഞത്, ബ്രിക്സ് ഇന്നത് ഇങ്ങനെ പഠിച്ചോണ്ടേ, എല്ലാ വർഷം പഠിച്ചോണ്ട്, പിന്നെ അല്ലമീൻ പത്രം നന്നായി പഠിച്ചോണ്ടിന്നൊക്കെ സാറിന്റെ ക്ലാസ് തന്നെ പറഞ്ഞപ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ അതന്നെ വന്നും ചെയ്തേ, കുറെ ഫസ്റ്റിൽ തന്നെ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നന്നായിട്ട്. ടീച്ചറെ മാഷിന്റെ കറണ്ട് അഫയേഴ്സ് നല്ല ഉപകാരപ്പെട്ടുക എന്തായാലും, പിന്നെ കുറെ ഹിസ്റ്ററി, ടീച്ചറെ സയൻസിന്റെ ക്ലാസ്സുകളും ഒക്കെ നല്ല ഉപകാരപ്പെട്ടുക. എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. എന്തായാലും മാഷിനോടും ടീച്ചറിനോടും ഒരുപാട് കടപ്പാടുണ്ട്. എന്തായാലും എങ്ങനെയൊന്നും മാർക്ക് ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തോ ടീച്ചറെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അനിയ. വരാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷ മാത്രമല്ല, വരാൻ പോകുന്ന മെയിൻ പരീക്ഷയിലും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി മറ്റൊരു മറുപടി അത് മെസ്സേജ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. സർ, ഇന്ന് നടന്ന എക്സാമിന്റെ സോഴ്സ് എവിടുന്നാണ് എന്നൊരു വീഡിയോ ചെയ്യണേ. അദ്ദേഹത്തിന്റെ ഒരു റിക്വസ്റ്റ് കൂടി മാത്രമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞൊരു റിക്വസ്റ്റ്, അഡീഷണൽ റിക്വസ്റ്റ് ആണ്. ഈ പറഞ്ഞ പുതിയ സ്കൂൾ ടെക്സ്റ്റ്, അതായത് 7, 9 എന്ന ഈ 5, 7, 9 ഈ 3 സ്കൂൾ ടെക്സ്റ്റിലെ പുതിയ SCERT കണ്ടന്റ് കൂടി അവർക്ക് ക്ലാസ് സെക്ഷനിൽ അല്ലെങ്കിൽ പരീക്ഷാ സെക്ഷനിൽ അല്ലെങ്കിൽ PDF കണ്ടന്റായി ഉൾപ്പെടുത്തുക എന്നൊരു റിക്വസ്റ്റ് കൂടി അവർ ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പറയുന്ന എല്ലാ മെസ്സേജുകളും കോമൺ ആയിട്ടാണ്. ഇന്നത്തെ പരീക്ഷയിൽ ഈ പറയുന്ന എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മറുപടിയാണ് എല്ലാവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം കിട്ടിയ ഒരു മെസ്സേജാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ആദ്യം വന്ന മെസ്സേജാണ് നിങ്ങളിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ഇക്കഴിഞ്ഞ 80 പ്രിലിമിനറി പരീക്ഷാ ചോദ്യം, അതായത് ഒന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷയിൽ 80 ചോദ്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ, അതായത് 2020 ചലഞ്ച് ഉൾപ്പെടെ CA ഉൾപ്പെടെയുള്ള മുഴുവൻ PDF നോട്ടും ക്ലാസ്സും വ്യക്തമായി തന്നപ്പം അതിന്റെ തമ്പനയിൽ തന്നെ ഇങ്ങനെയായിരുന്നു: 80 മുഴുവൻ മാർക്ക് ഗ്യാരണ്ടി, ഫുൾ മാർക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തേക്കുന്നത്. അതിൽ ഒരു അംശം പോലും വ്യത്യാസമില്ലാതെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റി. അപ്പം 80 80 കിട്ടി എന്നല്ല പറയുന്നത്. അപ്പൊ 80 എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നറിയപ്പെടുന്ന 20 മാർക്ക് തുടക്കം മുതലേ പറയുന്നു. അത് നിങ്ങൾ വേറെ ഏതോ അധ്യാപകന്റെയോ അല്ലെങ്കിൽ A മുതൽ Z വരെയുള്ള ഏത് സെന്ററിലെയോ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനകത്ത് ഒരു വിഷയമില്ല. പക്ഷെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, GK ഉൾപ്പെടെ, സയൻസ് ഉൾപ്പെടെ, SCERT ഉൾപ്പെടെ നമ്മൾ തന്നിരിക്കും 80 മാർക്ക് ഗ്യാരണ്ടി പറഞ്ഞു. അതിൽ മുഴുവൻ 80 നമ്മൾ പറയുന്നില്ല, 75 ചോദ്യങ്ങൾ ഉറപ്പായും നമ്മൾ തന്ന PDF നോട്ടിൽ നിന്ന്, നമ്മൾ തന്ന ടെലഗ്രാം പോൾ ചോദ്യത്തിൽ നിന്ന്, നമ്മൾ തന്ന വീഡിയോ ക്ലാസ്സിൽ നിന്നാണ് എന്ന സന്തോഷ വിവരം അറിയിക്കുകയാണ്. ആദ്യം 72 ആയിരുന്നു, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 75 ചോദ്യങ്ങളാണ് നമ്മൾ കൊടുത്ത കണ്ടന്റിലുള്ളത്. അത് പ്രൂഫ് സഹിതം നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം ഒന്നാമതായിട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഇനി 10th ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്, സെക്കൻഡ് പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, തേർഡ് പ്രിലിംസ് ഇനി ഹാൾ ടിക്കറ്റ് വരാത്തവരുണ്ട്, ഫോർത്ത് പ്രിലിംസുകാരുണ്ട്. അവര് ചെയ്യേണ്ടത് PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ 2020 PDF
പാർട്ട് 1 to പാർട്ട് 15, പാർട്ട് 1 മുതൽ പാർട്ട് 15 വരെ ഉറപ്പായും പഠിക്കണം സൗജന്യമായിട്ടാണ്. പെയ്ഡ് വേർഷൻ ഉണ്ട്, അത് വേറെയാണ്. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 മുതൽ പാർട്ട് 15 വരെ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അടുത്തത് ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിന്റെ റിവിഷൻ PDF നോട്ട് പ്ലസ് റിവിഷൻ ചലഞ്ച് വീഡിയോസ് നമ്മൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസമായി ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ 20 ദിവസമായി ഇതിനു വേണ്ടി ഏകദേശം 60-ൽ കൂടുതൽ വീഡിയോ പബ്ലിഷ് ചെയ്തു, 60-ൽ കൂടുതൽ PDF പബ്ലിഷ് ചെയ്തു, 60-ൽ കൂടുതൽ പരീക്ഷ കണ്ടക്ട് ചെയ്തു. ഇത്രയും കാര്യം ചെയ്യുമ്പം ഈ പറയുന്ന കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള, അനുഷ ടീച്ചർ ഉൾപ്പെടെയുള്ള, ഈ പറയുന്ന മീര ഉൾപ്പെടെയുള്ള, രമ്യ ഉൾപ്പെടെയുള്ള, കണ്ടന്റ് എക്സ്പേർട്ട് ഉൾപ്പെടെയുള്ള ടീമുകളെല്ലാം തന്നെ അഹോരാത്രം, അല്ലെങ്കിൽ അവരിന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ എഫേർട്ട് ഇടുക. ആ എഫേർട്ടിന്റെ റിസൾട്ടാണ് ഈ വന്നേക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് കറണ്ട് അഫയേഴ്സ് റിവിഷൻ ഉൾപ്പെടെ മാജിക് മന്ത്രം നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്. എന്താണ് മാജിക് മന്ത്രം? ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ചോദിച്ച മുഴുവൻ പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുക്കളും ഉൾപ്പെടുന്ന ഏകദേശം 50ഉം 60ഉം പേജുള്ള ഒരു PDF സെക്ഷനാണ് മാജിക് മന്ത്ര. അത് ഓരോ ടോപ്പിക്കിനും ഓരോ മാജിക് മന്ത്രയാണ്. ഇപ്പൊ കേരള ഹിസ്റ്ററിയുടെ ഒരു പ്രിന്റ് സഹിതം തന്നിരുന്നു, 323 പ്രസ്താവന ചോദ്യം. അതിൽ നിന്നാണ് മുഴുവൻ നവോത്ഥാന ചോദ്യവും ചോദിച്ചു വെച്ചേക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ചോദ്യം സഹിതം. അടുത്തത് ഏറ്റവും പ്രാധാന്യം അറിയുന്ന മറ്റൊരു സെഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ക്ലാസ്സസ് ആണ്. ഇതെല്ലാം പറഞ്ഞല്ലോ, ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെയിലി ക്ലാസ്സസ്, റിവിഷൻ ചലഞ്ച് ഒക്കെ. പിന്നെ അനുഷ മിസ്സിന്റെ സയൻസ് ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നിന്നാണ് ഒത്തിരി ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിലും ആദ്യഘട്ടമായിട്ടുള്ള LDC 2024 മുഴുവൻ ഘട്ടങ്ങളിലും LGSന്റെ മുഴുവൻ 4 ഘട്ടങ്ങളിലെ LGS പരീക്ഷയ്ക്ക് ഉൾപ്പെടെ അനുഷ മിസ്സിന്റെ സയൻസ് ഫാക്ടറിയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ക്ലാസ്സുകൾ വ്യക്തമായി കൃത്യമായി കാണുക. ഇതൊരു ഒരു സേവനമായിട്ട് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ, യൂട്യൂബ് കൂട്ടായ്മയുടെ ഒരു സൗജന്യമായി അല്ലെങ്കിൽ ഒരു സേവനമായി തന്നെ കരുതുക. 1.5 വർഷക്കാലമായി ഈ സേവനം ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുവരെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും സിംഗിൾ പേയ്മെന്റ് വാങ്ങിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ് നമ്മളൊരു പെയ്ഡ് ബാച്ച് തുടങ്ങിയത്. അതിന്റെ എമൗണ്ട് 99 രൂപയാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഈ 99 രൂപയുടെ പെയ്ഡ് ബാച്ച് തുടങ്ങിയപ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഈ പറയുന്ന കൂട്ടായ്മയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു വാക്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴും എന്നല്ല, എപ്പോഴും അത് ഓർമ്മയിൽ വെക്കും. 99 രൂപയ്ക്ക് ചന്തയിൽ കച്ചവടം നടത്തുന്ന പോലെയാണോ PSC ക്ലാസ് കൊടുക്കുന്നത്? അവർ പറഞ്ഞ വാക്യമാണ്. എനിക്കൊരു വിരോധമില്ല. ചന്തയിലുള്ള ആളുകൾ എന്താ ജീവിക്കുന്നില്ലേ? ഇപ്പൊ ഞാൻ ചന്തയിലുള്ള ഒരു തൊഴിലാളിയാണെങ്കിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയല്ലേ അവിടെ തൊഴിൽ എടുക്കുന്നത്. അതല്ലാതെ ചന്തയിലുള്ള ആളുകൾ വേറെ, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആളുകൾ വേറെ, അല്ലെങ്കിൽ നഗരത്തിലുള്ള ആളുകൾ വേറെ, പറയുന്ന മണിമാളികയിൽ താമസിക്കുന്ന ആളുകൾ വേറെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ ഞാൻ എന്ത് ചെയ്യുക? അങ്ങ് അവഗണിക്കുക. അവരെന്നെ അവഗണിച്ചു. എങ്ങനെ? 99 രൂപയുടെ കോഴ്സ് തുടങ്ങി, 99 രൂപയുടെ പെയ്ഡ് കോഴ്സ് തുടങ്ങി ചന്തയിൽ കൊടുക്കുന്നതാണോ PSC ക്ലാസ്? അതെ. ഈ പറയുന്ന തൊഴിലാളികൾക്കായിക്കോട്ടെ, കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും കൊടുക്കുവാണ്. 99 രൂപ പേയ്മെന്റേ ഉള്ളൂ. 1000 എന്നോ 10,000 ഒന്നും പറയുന്നില്ല. 99 രൂപ മാത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. അതിന് തത്തുല്യമായിട്ടുള്ള PDF നോട്ട്, കണ്ടന്റ്, ക്ലാസ്, പരീക്ഷ കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ. അപ്പം ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്, കറണ്ട് അഫയേഴ്സിൽ നിന്നും സാഹിത്യ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് വന്നേക്കുന്നത് സാഹിത്യ പുരസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന PDF നമ്മൾ തന്ന PDF നോട്ടിൽ നിന്നാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ല. താഴെ പറയുന്നവയിൽ തെറ്റായത് ഏത് എന്ന് ചോദിച്ചിട്ട് 2024 എഴുത്തച്ഛൻ പുരസ്കാരം, ഈ പറയുന്ന NS മാധവനുമായി ബന്ധപ്പെട്ടത് ഒരു പാക്കേജ് ആയിട്ട്, ദെൻ 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ, അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഈ പറയുന്ന സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു PDF നോട്ട് തന്നിട്ടുണ്ട്. ഇത് തന്നെ ക്ലാസ് റിവിഷൻ ആയിട്ടും എടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അത് വീണ്ടും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് പോകണം. സാഹിത്യ പുരസ്കാരങ്ങൾ മുഴുവൻ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ടിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. ഇന്ന് നടന്ന ക്വസ്റ്റ്യനിൽ ഈ കൊടുത്തേക്കുന്ന ആദ്യ ചോദ്യം ഉൾപ്പെടെയുള്ള കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ആദ്യ ചോദ്യത്തിലേക്ക് വന്നാൽ ചോദ്യം ഇതാണ്. ഒന്നുമില്ല, ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്?
എല്ലാ ക്ലാസ്സിലും ഞാൻ ആവർത്തിക്കുന്ന എന്ത് വാർഷികങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ചോദിക്കും, അൽ അമീൻ എന്നറിയപ്പെടുന്ന പറയുന്ന മാസിക അല്ലെങ്കിൽ പത്രത്തെ പറ്റി ചോദിക്കും, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി ചോദിക്കും, അതുമല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പറ്റി ചോദിക്കും. വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വാർഷികങ്ങളുമായി ബന്ധപ്പെട്ട്. അവിടുന്ന് ഒരു ചോദ്യമുണ്ടായി. പ്രവചനങ്ങൾ. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്തു, ഈ പ്രവചനങ്ങളൊക്കെ ഫലിക്കുമോ? പ്രവചനങ്ങൾ ഫലിച്ചു. 80 ചോദ്യത്തിൽ 75 അല്ലെങ്കിൽ 70+ ചോദ്യങ്ങൾ പ്രവചിച്ചു. പ്രവചനങ്ങളിൽ സിദ്ധനായി മാറിയതൊന്നുമല്ല, കഷ്ടപ്പെട്ടതാ. PDF ഇട്ടു കൃത്യമായി. രാത്രി 12 മണിക്കും 1 മണിക്കും വെളുപ്പിനെ 2 മണിക്കും 3 മണിക്കും PDF ഇട്ടിട്ടുണ്ട്. പെയ്ഡ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ടെങ്കിൽ അവര് കമന്റ് ചെയ്യും. അവർക്ക് ഈ 3 മണിക്കും വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കും ഒക്കെയാ PDF 25-30 പേജുള്ള PDF റാൻഡമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത്രയും എഫേർട്ട് ഇട്ട് തന്നത് കൊണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആ ചോദ്യം അതൊന്ന് ഓർത്തു വെക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തു. അതാണ് ദെൻ അടുത്ത ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് എന്ന് ലോചിക്കാണ്ട് പ്രധാനപ്പെട്ട ഉച്ചകോടികൾ. ബ്രിക്സ് ഉച്ചകോടി, ബ്രിക്സിൽ അംഗങ്ങളുടെ എണ്ണം, ബ്രിക്സിൽ അവസാനമായി അംഗങ്ങളായ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കണ്ടന്റ് PDF ആയിട്ടും ക്ലാസ് ആയിട്ടും തന്നിട്ടുണ്ട്. ക്ലാസ് ആയിട്ടുള്ള അതിന്റെ ക്ലാസിന്റെ സ്ക്രീൻ റെക്കോർഡർ എടുക്കാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ PDF നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കുന്നത്, ക്രോപ്പ് ചെയ്തിട്ട് തന്നേക്കുന്നത്. ബ്രിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അടുത്ത മത്സര പരീക്ഷയിൽ ചോദിക്കും. അതിന്റെ റിവിഷൻ തുടങ്ങിയാണ്. ഓക്കെ, ദെൻ അടുത്തത് 2024 സാഹിത്യ നോബൽ, 2023 നൊബേൽ പുരസ്കാരത്തിന്റെ PDF ഇട്ടപ്പം കുറച്ച് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു, സാറേ 2024 കൂടി നൊബേൽ പുരസ്കാരത്തിന് PDF ഇടുവോ? ഇട്ടു. 2024 സാഹിത്യ നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഹാൻഗാങ്, ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി, അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഉൾപ്പെടെയുള്ള കണ്ടന്റ് PDF കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ നോട്ട്സിൽ നിന്നാ, ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്നാണ് ചോദിച്ചു വെച്ചിട്ടുള്ളത്. അത് വ്യക്തമായി പറഞ്ഞോട്ടെ. ദെൻ റോഷി അഗസ്റ്റിൻ, കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട്, ഇതെല്ലാം ക്ലാസ് എടുത്തിട്ടുള്ളതാ. റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇപ്പോൾ നിലവിലത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി, കേരളത്തിലെ നിലവിലെ ഭൂഗർഭ ജലവിഭവ വകുപ്പ് മന്ത്രി, ജലവിതരണ ശുചീകരണം മണ്ഡലം ഇടുക്കിയാണ് റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. ഉറപ്പായും പഠിക്കണമെന്ന് കരുതി ടോപ്പിക് വൈസ് PDF നിങ്ങൾക്ക് തന്നിരുന്നു. പബ്ലിക്കായിട്ടും പെയ്ഡ് ഗ്രൂപ്പിലും നമ്മൾ തന്നിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സോഴ്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ചില ആളുകൾ താഴെ വന്ന് കമന്റ് ചെയ്യും, ഇതൊക്കെ എല്ലാ മെറ്റീരിയൽസിലും ഉള്ളതല്ലയോ? ആന്നേ, എല്ലാ മെറ്റീരിയൽസിലും ഉള്ളതാ. എല്ലാ മെറ്റീരിയൽസും ഉള്ളതാ. ഈ പറഞ്ഞ 20 ദിവസം കൊണ്ടാണ് കുട്ടികളിലേക്ക്, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളിലേക്ക് 20 ദിവസം കൊണ്ടാണ് ഈ കണ്ടന്റുകളെല്ലാം എത്തിച്ചത്. 20 ദിവസം കൊണ്ട് പരീക്ഷ നടത്തി, 20 ദിവസം കൊണ്ട് PDF ഉണ്ടാക്കി കൊടുത്തു, 20 ദിവസം കൊണ്ട് റിവിഷൻ ക്ലാസ് എടുത്തു. 150 ദിവസമെന്നോ 2 വർഷക്കാലോ 3 വർഷക്കാലോ അവരെ പിടിച്ചിരുത്തി കൃത്യമായിട്ട് ക്ലാസ് ഒന്നും കൊടുത്തതല്ല, മറിച്ച് 20 ദിവസമായി സിൻസിയറായി ആത്മാർത്ഥമായിട്ട് ക്ലാസ് കൊടുത്തതിന്റെ റിസൾട്ടാണ് ഈ പറഞ്ഞ മാർക്കുകളെല്ലാം അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഏരിയ. അപ്പൊ കറണ്ട് അഫയേഴ്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന്. ഇതിനടുത്ത ഡേറ്റ് സഹിതം ചില ആളുകൾ ഇങ്ങനെ തള്ളുവാണ് എന്ന് കരുതുന്നു. ഡിസംബർ 24-ാം തീയതി നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു സ്ലൈഡ് മെറ്റീരിയലാണ്. 2024 നവംബർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലം വിജയി രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലം ജേതാവ് അല്ലെങ്കിൽ വിജയി UR പ്രദീപ്, വയനാട് ലോക്സഭാ മണ്ഡലം പ്രിയങ്ക ഗാന്ധി. 18ാം ലോക്സഭയെ പറ്റി പഠിപ്പിച്ച സമയത്ത് കേരളത്തിലെ 18ാം ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കാണ്? അത് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. ആ സമയത്ത് അതേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാടും ഈ പറഞ്ഞ ചേലക്കരയിലും 2 നിയമസഭാ മണ്ഡല അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എന്നുൾപ്പെടെയുള്ള കണ്ടന്റ് പറഞ്ഞു. എന്നിട്ട് അത് വ്യക്തമായി പറഞ്ഞു, ഇത് ഓർമ്മയിൽ വെച്ചാൽ ഒരു മാർക്ക്, ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ ഒരു മാർക്ക് എന്ന് പറഞ്ഞു. 1 മാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാർക്കും നമ്മൾ പറഞ്ഞില്ല, ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന പോലെ ഓരോ മാർക്കും നമ്മൾ പറഞ്ഞ് പരീക്ഷ എഴുതിയതിന്റെ പോസിറ്റീവ് അല്ലെങ്കിൽ സന്തോഷമുള്ള മറുപടിയാ ഈ വോയിസ് ആയിട്ടും ഈ പറയുന്ന സ്ക്രീൻ റെക്കോർഡായിട്ടും അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടായിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ ഇനി ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ചേർത്ത് 10th ലെവൽ പ്രിലിംസിന്റെ വർക്കൗട്ട് ബാച്ചിന്റെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 99 രൂപ. അതിനും എമൗണ്ടിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മറ്റേ ക്രിറ്റിസിസം നടത്തിയ ആളുകളുണ്ടല്ലോ, നമ്മളെ നെഗറ്റീവ് ആക്കി, അവർ പറഞ്ഞ ഡയലോഗ് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതൊരിക്കലും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല. ഞാൻ ചന്തയിലുള്ള ആളാണെന്നിരിക്കട്ടെ, ഞാൻ മാർക്കറ്റിലുള്ള ആളാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞ് ഞാൻ മാർക്കറ്റിലുള്ള ആളാണ് എങ്കിൽ മാർക്കറ്റിലുള്ള എൻ്റെ
എനിക്ക് പഠിക്കാൻ 99 രൂപയാണ് ഞാൻ ഇടുന്ന വില, എനിക്ക് പഠിക്കാൻ. ആ വില തന്നെ കേരളത്തിലെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ കൊടുക്കുകയാണ്. ആ 99 രൂപയ്ക്ക് ഒരു കോഴ്സ് ഈ പറയുന്ന കൂട്ടായ്മ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 3ാമത്തെ ബാച്ച് അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞല്ലോ 99 രൂപ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. എന്നെ ക്രിട്ടിസൈസ് ചെയ്ത പ്രിയപ്പെട്ട ആളുകൾക്ക്, പ്രിയപ്പെട്ടെന്ന് ഞാൻ എടുത്തു പറയുന്നു, അവർക്ക് തോന്നണമെന്നില്ല. പക്ഷേ ഓരോ രൂപയും വളരെ വാല്യൂ ഉള്ള, 1 രൂപ പോലും എടുക്കാൻ പറ്റാത്ത വീടുകൾ കാണും. ആ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എങ്കിൽ ഞാൻ 99 രൂപയ്ക്ക് കോഴ്സ് കൊടുക്കുന്നു. ഞാനാണ് അതിന്റെ മെന്റർഷിപ്പ് കൊടുക്കുന്നത്. ഞാനാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാനും ഈ വർക്കൗട്ട് ക്ലാസ് എല്ലാം അസൈൻ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ കോൺഫിഡൻസോടുകൂടി പറയാൻ എനിക്ക് അറിയത്തില്ല. ഈ താല്പര്യമുള്ളവർ ഈ 9072728242 നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. ഓക്കെ. ദെൻ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്ക്, ഈ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ ഏറ്റവും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയ ചോദ്യം, മിൽപ മെക്സിക്കോ ജുമ്മിങ് എന്നറിയപ്പെടുന്ന കൃഷിരീതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ മത്സര പരീക്ഷയിൽ, അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ. ചോദ്യം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ ആ ചോദ്യം ഒന്ന് നിങ്ങളോട് പറയുക. ചോദ്യ ലോജിക്ക് ഇതാണ്. ഈ പറയുന്ന ഇന്ത്യൻ ജോഗ്രഫി എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതിനകത്തൊരു ചോദ്യം ചോദിച്ചു. അതിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ ആദ്യം അങ്ങ് പറയാണ്. മിൽപ മെക്സിക്കോയാണ്. മിൽപ മെക്സിക്കോ. അതിൽ 1ാമത്തെ ലോജിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടതാണ്ട് അവശിഷ്ട പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ അതിന് ഏറ്റവും മെക്സിക്കോയിലെ വെട്ടിച്ചുട്ട് കൃഷി അറിയപ്പെടുന്ന പേരെന്താണ്? ജുമ്മിങ് എന്നറിയപ്പെടുന്നത് ഒരു എന്താണ്? ഈ പറയുന്ന വെട്ടിച്ചുട്ട് കൃഷിയ ജുമ്മിങ് എന്നറിയപ്പെടുന്നത്. അത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കാണപ്പെടുന്നതാണ് ഈ ജുമ്മിങ് എന്നറിയപ്പെടുന്ന വെട്ടിച്ചുട്ട് കൃഷി. വെട്ടിച്ചുട്ട് കലാപം എന്ന് പറഞ്ഞൊരു കലാപമുണ്ട്. അത് കുറിച്ചർ കലാപം. കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം മിൽപ എന്നറിയപ്പെടുന്ന വെട്ടിച്ചുട്ട് സമ്പ്രദായം മെക്സിക്കോയിലാണ്. നമ്മൾ ഈ തൊട്ട് മുന്നേ, അതായത് ഇന്ന് പരീക്ഷ നടത്തി തൊട്ട് മുന്നത്തെ ദിവസം പബ്ലിഷ് ചെയ്തേക്കുന്ന PDF ഇന്ത്യൻ ജോഗ്രഫിയുടെ PDF ഉള്ള കണ്ടന്റ് ആയത് മിൽപ മെക്സിക്കോ. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അടുത്തത് ബാർലി, ഖാരിഫ് വിള, റാബി, ഈ ഖാരിഫ് തുടങ്ങിയിട്ടുള്ള വിളകളുമായി ബന്ധപ്പെട്ട, സെയ്ദ് തുടങ്ങിയിട്ടുള്ള കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട കാലഘട്ടം, അതിന്റെ വിളവെടുക്കുന്ന സമയം ഉൾപ്പെടെയുള്ള കണ്ടന്റ് പറഞ്ഞിരുന്നു. അതിനകത്തുനിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അടുത്ത കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമല്ല 2 ചോദ്യം കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു. കുറിച്ചർ കലാപം നടന്ന വർഷം 1812. പ്രധാനപ്പെട്ട നേതാവ് രാമനമ്പി. എടുത്ത കണ്ടന്റാ. ഇനി അത് ഈ ക്ലാസ് ഒന്നും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാ പറയുന്നത്. മാജിക് മന്ത്രി എന്നറിയപ്പെടുന്ന ഒരു PDF നോട്ട് ഉണ്ട്. കേരള നവോത്ഥാനം, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് 323 പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമുള്ള PDF. 323 ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള PDF നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിനും ഇന്ത്യൻ ജോഗ്രഫിക്ക് മാജിക് മന്ത്രമുണ്ട്, കേരള ഹിസ്റ്ററിക്ക് മാജിക് മന്ത്രമുണ്ട്, കേരള ഭൂമിശാസ്ത്രത്തിന് മാജിക് മന്ത്രമുണ്ട്. അങ്ങനെ 323 ചോദ്യ ഉത്തരവുമുള്ള പ്രസ്താവന ചോദ്യങ്ങളുള്ള കേരള നവോത്ഥാനം, കേരള ചരിത്രത്തിന്റെ ആ പാക്കേജ് അല്ലെങ്കിൽ ആ PDF നിങ്ങളൊന്ന് കളക്ട് ചെയ്തേക്കണം. ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് മുഴുവൻ ചോദ്യം, എത്ര ചോദ്യം നവോത്ഥാന കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചോ അത്രയും ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. ദെൻ കേരളത്തിലെ ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് വൈക്കം സമരമായിരിക്കണം. അത് ഉറപ്പായും പഠിച്ചോ എന്നും പറഞ്ഞ് 4 പാക്കേജായി ക്ഷേത്ര സമരം, വർഷം, നേതാവ്, പ്രദേശം എന്ന 4 പാക്കേജോടുകൂടി പഠിപ്പിച്ചതാണ്. 1924-25 വൈക്കം ക്ഷേത്ര സമരം, വൈക്കം ക്ഷേത്ര സമരത്തിന്റെ നേതാവ് TK മാധവൻ, നടന്ന പ്രദേശം കോട്ടയം. ഇനി അടുത്ത മത്സര പരീക്ഷയിൽ ഉറപ്പായും നിങ്ങൾ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം, ഈ ഒരു ഏരിയയും പഠിക്കണം. നമ്മൾ ഇനി പറയുന്ന വരും ക്ലാസ്സിൽ ഇതിന്റെയൊക്കെ റിവിഷൻ ക്ലാസ്സും ഇതിന്റെ റിലേറ്റഡ് ഫാക്ടും എടുത്തോളാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന ക്ഷേത്ര സമരങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതും നമ്മുടെ നോട്ടിൽ നിന്ന് തന്നെ, മാറ്റമില്ല. ദെൻ സയൻസ് ഫാക്ടുമായി ബന്ധപ്പെട്ടാണ് അക്രോമെഗലി, വാമനത്വം, ഭീമാകാരത്വം എന്നറിയപ്പെടുന്ന ഏരിയയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നല്ലോ. സ്കൂൾ ടെക്സ്റ്റ് ആണ്, SCRT കണ്ടന്റ് ആണ്. ആ SCRT കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന സയൻസിന്റെ അനുഷ മിസ്സിന്റെ ക്ലാസ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത കണ്ടന്റ് ആണ് അക്രോമെഗലി, വാമനത്വം, ഭീമാകാരത്വം എന്നറിയപ്പെടുന്ന 3 സംവിധാനത്തെ പറ്റി അല്ലെങ്കിൽ 3 സയൻസ് ഫാക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു.
അടുത്ത ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്ക് മാത്രം എടുത്തന്നേ. അതിൽ നിശാന്തതയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, സിറോഫ്താൽമിയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇതിനകത്ത് നിന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പറഞ്ഞല്ലോ, പറഞ്ഞു പോവല്ല. സംശയമുള്ളവർക്ക് ടെലഗ്രാം കൂട്ടായ്മയിലുള്ള PDF നോട്ട് വായിച്ചു നോക്കാം. അതിനുശേഷമേ എന്ത് ചെയ്യാവൂ, ഇതില്ലായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം ചുമ്മാ തള്ളി മറിക്കുകയാണ്, ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് കമന്റ് ചെയ്യാവൂ. ഇത് സിൻസിയർ ആയിട്ട് ഏകദേശം 200+ PDF കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ 200+ PDF നിങ്ങൾ വായിച്ചു നോക്ക്. അതിനകത്ത് ഓരോ ടോപ്പിക്കിനകത്തും ഈ പറഞ്ഞ ഓരോരോ മാർക്കുണ്ട്. അടുത്തത് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ജൈവ വൈവിധ്യം എന്നറിയപ്പെടുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. വൈവിധ്യം സംരക്ഷിക്കാൻ എന്നറിയപ്പെടുന്ന സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റ് SCRTയുടെ സയൻസ് ഫാക്ട് ഡിസ്കസ് ചെയ്ത ക്ലാസ്സിലെ കണ്ടന്റ് ആണ്. അതൊക്കെ എടുത്തിട്ടുള്ളതാണ്. ദെൻ വില്ലസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിത്തീലിയൻ കോശങ്ങളിൽ രക്തലോമികള്, ലാക്റ്റിയല് തുടങ്ങിയിട്ടുള്ള വില്ലസിന്റെ ഘടന ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തിരുന്നു. വില്ലസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു സയൻസ് ഫാക്ടിൽ നിന്ന്. അത് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഇവിടുത്തെ സോഴ്സാ, പറഞ്ഞല്ലോ. ഇനി ഇപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഇതൊക്കെ SCRTക്ക് വലിയ സോഴ്സ്. സമ്മതിച്ചു, SCRTയിലുള്ള കണ്ടന്റ് പഠിപ്പിച്ച് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ. അത് നിസ്സാരമല്ലല്ലോ. ഒരു 5 മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ ഈ പറഞ്ഞ SCRT സ്കൂൾ ടെക്സ്റ്റുകൾ ചാപ്റ്റർ ഒന്നും വായിച്ചെടുത്ത് തരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് സിൻസിയറായി അതിന് നോട്ട്സ് സംഘടിപ്പിച്ച് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ് സെക്ഷൻ ആയിട്ട് തന്നതാണ്. അപ്പൊ അതിനകത്തുനിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തത് കണ്ണിലെ ദ്രവങ്ങളുമായി ബന്ധപ്പെട്ട അക്വസ് ദ്രവം, വിഡ്രിയസ് ദ്രവം എന്നറിയപ്പെടുന്ന 2 ലോജിക്കിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സയൻസ് ഫാക്ടിൽ നിന്ന്. ഇതെല്ലാം ഇവിടുന്നാണ്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട്, തിമിരവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ലീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിന്റെ ലീച്ചിങ്, അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. ഈ പറയുന്ന സയൻസ് ചോദിച്ചല്ലോ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ. അടുത്തത് JJ തോംസൺ ആറ്റം മാതൃക കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഈ പറയുന്ന ഏരിയ ഉണ്ടായിരുന്നല്ലോ. അതൊന്ന് വായിച്ചു വെച്ചേക്കുക, ഇനിയുള്ള പരീക്ഷയ്ക്കും ചോദിക്കും. ഐസോബാറുകളും ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട് ഐസോട്ടോണുമായി ബന്ധപ്പെട്ട സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ത്, സമ്പുഷ്ട യുറേനിയം. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട സംവിധാനം ഊർജ മാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. പ്രകാശ സംശ്ലേഷണം, ഡൈനാമോ, വൈദ്യുത ജനറേറ്റർ, വിൻഡ് മിൽ, ഇലക്ട്രിക് ഫാൻ, ഇതൊക്കെ നമ്മൾ പാക്കേജായി പഠിപ്പിച്ചതാണ്. ഞാനല്ല പഠിപ്പിച്ചത്, മിസ്സാണ് പഠിപ്പിച്ചത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക, അതൊന്ന് റിവൈസ് ചെയ്ത് പോവുക. പിന്നെ പ്രധാനമായിട്ടും ഈ പറഞ്ഞ വസ്തുവുമായി ബന്ധപ്പെട്ട്, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകുന്നു. 2 വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ ആകർഷണ ബലം 4 മടങ്ങാകും തുടങ്ങിയിട്ടുള്ള കണ്ടന്റിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സയൻസിൽ നിന്ന് എത്ര സയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടോ ഭൂരിഭാഗം സയൻസ് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് 75 അല്ലെങ്കിൽ 72 റേഞ്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് 80ൽ 72 നമ്മൾ റേഞ്ച് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ദെൻ വൃക്കയും അരിക്കലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ ഒരു ഏരിയയിൽ ചോദ്യം ഉണ്ടായിരുന്നു. ത്വരണം, സദിശ അളവുകളും അദിശ അളവുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ദെൻ ഈ പറയുന്ന സോഡിയം ബെൻസോയേറ്റ്, റബ്ബറിന്റെ മോണോമർ, ആദ്യ കൃത്രിമ റബ്ബർ, ആദ്യത്തെ കൃത്രിമ സെല്ലുലോസ് തുടങ്ങിയിട്ടുള്ള സംവിധാനത്തിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഏരിയയിലേക്ക് വരും. GK പോർഷനിൽ 60 മാർക്കാ GK പോർഷനിൽ നമ്മൾ സ്കോർ ചെയ്തത്. 60 മാർക്കിൽ കറണ്ട് അഫെയർ 1-2 ചോദ്യം മാറ്റിക്കോ. 1-2 ചോദ്യം അപ്പോട്ടെ 5 ചോദ്യം കറണ്ട് അഫെയർ എന്ന് മാറ്റിക്കോ. 60ൽ 5 പോകെ 55 ചോദ്യങ്ങൾ ഈ പറഞ്ഞ GK പോർഷനിൽ നമുക്ക് കിട്ടി. അത് പ്രോപ്പർ പ്രിന്റിലൂടെ ഈ പറഞ്ഞ PDF-ലൂടെ കിട്ടി. ഒന്നാമത്തെ PDF ഇനിയും ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ PDF എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. നവോത്ഥാനം പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത പ്രിലിമിനറി 3 ഘട്ടങ്ങളിലെയും പ്രിലിമിനറി പരീക്ഷയിൽ ഈ പറയുന്ന 323 പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളുമുള്ള PDF-ൽ നിന്ന് ഇനിയും ചോദ്യം വരും. ഒന്നാമത്തെ ഏരിയ. രണ്ടാമത്തെ പ്രധാനമായിട്ടാണ് PSC 2024 ഇയർ ഓർഡർ ട്രിക്ക് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ക്ലാസ് സഹിതം ഡിസ്കസ് ചെയ്തിരുന്നു. LDC പരീക്ഷ സമയത്ത് 2024 LDC പരീക്ഷ സമയത്ത് അതാണ് ഇപ്പോഴത്തെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത്. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ക്രമപ്പെടുത്തി എഴുതുക. അതിനകത്തുനിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു.
ഓക്കെ, ദെൻ ആണ് ഈ ഒരു പാക്കേജ് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടനകൾ, അതിന്റെ വർഷം, അതിന്റെ സ്ഥാപകൻ, അതിന്റെ മുഖപത്രം പാക്കേജ് സഹിതം ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് 1-2 മാർക്കിന് ആ ചോദ്യം വന്നത്. അപ്പൊ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പറഞ്ഞല്ലോ, ഇതെല്ലാം കിട്ടിയത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ഇത് കമന്റ് ചെയ്തത് അല്ലെങ്കിൽ റിപ്ലൈ ഇട്ടത്. അവർക്ക് സന്തോഷമായി, അവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഇനി അവർക്ക് മെയിൻ പരീക്ഷയുടെ കോഴ്സ് കൊടുക്കും. പ്രിലിംസ് മാത്രമല്ല, അവരെ കൊണ്ട് മെയിൻസ് പാസ് ഔട്ട് ആക്കും. മെയിൻസ് പരീക്ഷയ്ക്ക് ഈ പറയുന്ന കൂട്ടായ്മയാൽ കൊണ്ട് കഴിയുന്ന എല്ലാ കണ്ടന്റും അതിനകത്ത്, അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്നാൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ കൂട്ടായ്മയാൽ കഴിയുന്ന മുഴുവൻ കണ്ടന്റും അവർക്ക് കൊടുക്കും. നിങ്ങൾ ഈ ക്രിട്ടിസൈസ് ചെയ്ത കളിയാക്കിയ ടീമുകൾ അവിടെ ഇരുന്ന് കളിയാക്കും. നിങ്ങൾക്ക് കളിയാക്കാനുള്ള റൈറ്റ് ഉണ്ടെന്നേ. ആ കളിയാക്കൽ കേൾക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. കേട്ടതിന് ശേഷം പഴയതിനേക്കാൾ കൂടുതൽ ഊർജത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ അധികാരമല്ല, ഈ പറയുന്ന ഊർജം എനിക്ക് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ തന്നോളും. അവരുടെ സപ്പോർട്ട് മതി. ആ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന നിലവിലെ കേരളത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ 6, ഗ്രാമപഞ്ചായത്ത് 941, ലോക്സഭാ മണ്ഡലങ്ങൾ 20. ഒരു ചോദ്യമാ ലോക്സഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യും, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലയോ, ഓരോ മാർക്ക് നിർണായകമാണെന്നേ. ഈ പരീക്ഷയിൽ കയറുന്ന സമയത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ 9 തിരിഞ്ഞു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കി. അവന് ഈ പറഞ്ഞ PDF കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ PDF കിട്ടിയപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഉറപ്പിച്ച്. ഇതാണ് നമുക്ക് വേണ്ടത്. അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മാജിക് മന്ദറിൽ കൊടുത്ത കണ്ടന്റാണ്. കേരളത്തിൽ ആകെ 44 നദികൾ, 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 കിഴക്കോട്ട് ഒഴുകുന്നു, കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയുള്ള കണ്ടന്റ്. പറമ്പിക്കുളം എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം, റെഡ് ഡേറ്റ ബുക്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ആ പറഞ്ഞ കേരള ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. അപ്പം ഈ പറയുന്ന മൊത്തം പറഞ്ഞിട്ടില്ല. ഈ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ഇത്രേ അത് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞാൽ 200+ PDF കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആനുപാതികമായിട്ടുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിനാനുപാതികമായിട്ടുള്ള പരീക്ഷ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് എല്ലാ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇനി 10th ലെവൽ പ്രിലിംസിന്റെ 2nd, 3rd, 4th ഒക്കെ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന കോഴ്സിലോ അല്ലെങ്കിൽ ഈ ടെലഗ്രാം കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് മാക്സിമം കണ്ടന്റ് എടുക്കുക, കണ്ടന്റ് വായിക്കുക, റിവൈസ് ചെയ്യുക, ആത്മാർത്ഥമായി വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 99 രൂപയുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു എന്ന് കരുതി പ്രിലിംസ് കിട്ടൂല. ഇങ്ങനെ റിപ്ലൈ ഇടാൻ സന്തോഷകരമായിട്ട് എനിക്ക് എല്ലാ മാർക്കും കിട്ടി മാഷേ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാർക്കും എഴുതാൻ പറ്റി മാഷേ, ഇനി ആ SCRT കൂടി ഒന്ന് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ആഡ് ചെയ്യണേ എന്ന പോസിറ്റീവ് റിപ്ലൈ കൂടി നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ടെലഗ്രാം കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക. അത് പെയ്ഡ് ബാച്ച് കൊണ്ട് പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്ന PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 ബാച്ചും 2 ആണെന്ന് മാത്രം ഒന്ന് പറയുകയാണ്. കാരണം പെയ്ഡ് 99 രൂപ മുടക്കി ഒരു കോഴ്സിൽ, പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഈ സൗജന്യമായിട്ട് കൊടുക്കുന്ന ആളുകൾക്കും ഒരേ കണ്ടന്റ് തന്നെ കൊടുത്താൽ ഈ 99 രൂപ കൊടുത്ത് അല്ലെങ്കിൽ പെയ്ഡ് കോഴ്സ് ജോയിൻ ചെയ്ത ആളുകൾ എന്തായി മാറും? അവർക്കൊരു ബിഗ് സീറോ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് സംതിങ് ന്യൂ. ആ സംതിങ് ന്യൂ ആണ് മാജിക് മന്ത്ര. റിവിഷൻ ക്ലാസ് സംതിങ് ന്യൂ ആണ്, അവർക്ക് സംതിങ് ന്യൂ ആണ്. കറണ്ട് അഫേഴ്സിന്റെ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് ഈ പറയുന്ന 2025 ജനുവരി 1 മുതൽ ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ദിനം മുതൽ കറണ്ട് അഫേഴ്സിന്റെ എല്ലാ ദിവസവും റിവിഷൻ ചലഞ്ച് ആയിട്ട് പബ്ലിക് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പറഞ്ഞല്ലോ, ഈ സോഴ്സുകളെല്ലാം ഡിസ്കസ് ചെയ്തത് ചുമ്മാതെ. ഇപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ളതല്ല, ഇതൊക്കെ കമന്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഇല്ലേ, അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പറയുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്നുമല്ല, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കണം, ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ അത് ഈ പറയുന്ന 2nd പ്രിലിംസ് ആയിക്കോട്ടെ, 3rd പ്രിലിംസ് ആയിക്കോട്ടെ, 4th പ്രിലിംസ് ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.